ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 മെയ് മാസം 18 കുംഭം രാശിയിലേക്ക് രാഹു മാറും. ഈ അവസരത്തിൽ കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും ക്ലേശങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ പ്രത്യേകം മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും കൂടെ ആണ് വിചിന്തനം ചെയ്യുന്നത്. പ്രധാനമായിട്ട് രാഹു വക്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. അത് 18 മാസമാണ് കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്, 1.5 വർഷം. അതേപോലെ തന്നെ കേതു ചിങ്ങൻ രാശിയിലും ആ 1.5 വർഷം സ്ഥിതി ചെയ്യും. കുംഭം രാശിക്കാർക്ക് രാശിയിൽ തന്നെ രാഹു സ്ഥിതി ചെയ്യുമ്പോൾ പല വിധത്തിലും ഉള്ള ക്ലേശങ്ങൾ സൂചകമാണ്. പ്രത്യേകിച്ച് ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം. അത് ഉദര സംബന്ധമായിട്ടോ, ത്വക്ക് സംബന്ധമായിട്ട്, കണ്ണ് സംബന്ധമായിട്ട്, പല്ല് സംബന്ധമായിട്ട്, അതുപോലെ പല വിധത്തിലും അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. അഭക്ഷ്യ വസ്തുക്കൾ ഉപയോഗിക്കുവാൻ പാടില്ല. വീട്ടിലായാലും പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നവരായാലും എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് ആവശ്യത്തിന് മാത്രം കഴിക്കുക. പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുകയും വേണം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായ നല്ല കാലമാണ്. അതായത് വിദ്യാവിജയങ്ങൾ വന്നിച്ചിരിക്കും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിനും അത് കൂടുതൽ മാർക്ക് ലഭിക്കുന്നതിനുമൊക്കെ ഈ കുംഭം രാശിക്കാരായിരിക്കുന്നവർക്ക് യോഗമുണ്ട്. കൂടാതെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും വിദേശത്തൊക്കെ പോകുവാനുള്ള ടെസ്റ്റ് എഴുതുന്നവർ, IELTS, MOH, OET, ജർമ്മൻ പഠിക്കുക, അങ്ങനെയൊക്കെ ഉള്ള മറുഭാഷ പഠിക്കുന്നതിനും ടെസ്റ്റ് എഴുതി പാസ്സാകുന്നതിനും ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് നല്ല സ്കോർ ചെയ്യുന്നതിനും വിദേശത്ത് പോകുവാൻ യാത്രയ്ക്ക് ഏറ്റവും അനുകൂലമാണ്. ഗമനാധിപൻ കൂടിയായ രാഹു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തമമാണ്. 7.5 ശനിയൊക്കെ ഉണ്ട്. ജന്മത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. സർവേശ്വരകാരകനും സർവസമ്പത്പ്രദാത്രിയുമായ വ്യാഴം പൂർണ്ണ ഭാഗ്യത്തോടുകൂടി 1 വർഷത്തേന് ഈ കുംഭം രാശിക്കാരെ അനുഗ്രഹിക്കുന്നുമുണ്ടല്ലോ. രാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1 വർഷത്തേന് അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല. എന്നിരുന്നാലും കപടമായ സ്നേഹത്തിന് മുമ്പിൽ വീണു പോകാതെ വളരെ ശ്രദ്ധിക്കണം. വഞ്ചകരായിരിക്കുന്ന സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ പ്രണയിക്കുന്നവർ, മധ്യവയസ്കരായാലും യുവതി യുവാക്കളായാലും കൗമാരപ്രായക്കാരായാലും സ്നേഹം നടിച്ച് വഞ്ചനാപരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് വളരെ സൂചനയുള്ളതിനാൽ പ്രണയിക്കുന്നവർക്ക് മനക്ലേശവും മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു പെടുന്നതിന് സൂചനയുണ്ട്. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദമ്പതികളായിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങളെ ചൊല്ലി തുടങ്ങുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇഷ്ടക്കേടുകൾ സ്വാഭാവികമായിട്ട് അങ്ങ് ഉണ്ടാകുകയാണ്. വളരെ ഐക്യത്തോടുകൂടി സന്തോഷകരമായും കുടുംബജീവിതം നയിച്ച് ഡൈവോഴ്സ് ആയവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഡൈവോഴ്സ് ആയത്? ഒരു കാര്യവുമില്ലായിരുന്നു, ചെയ്തു കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് ആവശ്യമില്ലായിരുന്നു എന്ന്. ചില പിടിവാശികളുടെ പുറത്ത് ഡൈവോഴ്സ് ആകുന്നതിനോ, സ്നേഹമായി കഴിഞ്ഞ ദമ്പതികൾ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനും കോടതി കയറുന്നതിനും സൂചനയുള്ള സമയമാണ്. അത് കരാറുടമ്പടികളിൽ ഒപ്പുവെക്കുന്നവരും വളരെ ശ്രദ്ധിക്കുക. എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് പേരുദോഷത്തിൽ കലാശിക്കാതെയും ശ്രദ്ധിക്കണം. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. അതായത് കുംഭം രാശിക്കാർക്ക് തൊഴിൽ സ്ഥാനത്ത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയുടെ അധിപൻ ഇഷ്ടഭാവങ്ങളിലൂടെ, സ്വക്ഷേത്രത്തിലൂടെയും ബന്ധുക്ഷേത്രത്തിലൂടെയും സമക്ഷേത്രത്തിലൂടെയും ഉച്ചക്ഷേത്രത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ പവർഫുള്ളായ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടിയുള്ള ഈ സന്ദർഭത്തിൽ തൊഴിൽ പുരോഗതികൾ ഉണ്ടാകും. എങ്കിലും ഭാഗ്യാവസ്ഥകൾ തട്ടിത്തെറിച്ചു പോകാതെ വളരെ കൃത്യതയോടുകൂടി വേണം ഏത് കാര്യത്തിലും ഇടപെടുവാനും സംസാരിക്കുവാനും. സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം. കൊള്ളുകേലാത്ത ആൾക്കാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുവാൻ പാടില്ല. സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാൻ യോഗമുണ്ട്. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും
മെഡിക്കൽ രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കലാകാരന്മാരായിരിക്കുന്നവർക്കും IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരോ മറ്റ് വിദ്യാഭ്യാസ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കും ഒക്കെ ഈ രാശിക്കാർക്ക് അഭിവൃദ്ധിയും ശമ്പള വർധനവ് ലഭിക്കുകയും പല വിധത്തിലുമുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും അംഗീകാരങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതിനും യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക, അതോടൊപ്പം ശനി പ്രീതികരമായ കാര്യങ്ങളും അനിവാര്യമാണ്. അപ്രതീക്ഷിതമായ ധന ആഗമനത്തിന് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന സമയമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ചു ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. വിവാഹ തടസ്സമായാലും ജോലി കിട്ടുന്ന കാര്യമായാലും കടം വീടുന്ന കാര്യമായാലും ഏത് കാര്യത്തിനും നേരിട്ട് വരുന്നതിനും ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.